ഒന്നാലോചിച്ചു നോക്കൂ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും വെറും 13 വരികളിൽ ഒതുക്കിയൊരു പുരാതന ഗ്രന്ഥം. അങ്ങനെയൊന്നിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഹെർമിസിന്റെ വിഖ്യാതമായ മരതകഫലകം. വരൂ, അതിന്റെ ആ നിഗൂഢമായ ലോകത്തേക്ക് നമുക്കൊരുമിച്ചൊന്ന് പോയി നോക്കാം. ഐതിഹ്യങ്ങളൊക്കെ വിശ്വസിക്കാമെങ്കിലേ ഈ മരതകഫലകം കണ്ടെടുത്തത് ഒരു ഗുഹയുടെ ഇരുട്ടിൽ നിന്നാണത്രേ. പക്ഷേ ഇതൊരു സാധാരണ കല്ലല്ല കേട്ടോ. പ്രപഞ്ചത്തെ ജനിപ്പിക്കുന്ന അടിസ്ഥാന തത്വങ്ങളില്ലേ, അതെല്ലാം ഇതിൽ കുത്തിവെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അറിവിന്റെ ഒരു മഹാസാഗരം തന്നെ അതിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അപ്പോ എന്താണ് ഈ മരതകഫലകത്തെ ഇത്രയധികം നിഗൂഢമാക്കുന്നത്? അതിലെഴുതിയിരിക്കുന്ന ആ വാക്കുകൾക്ക് പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും? നമുക്കന്വേഷിച്ചു തുടങ്ങാം, അല്ലേ? അതായത് ഈ ഫലകത്തിന്റെ ശക്തി അതിന്റെ വലിപ്പത്തിലല്ല, മറിച്ച് അതിന്റെ ആഴത്തിലാണ്. നിങ്ങളൊന്നോർക്കണം, വെറും 13 വരികൾ. പക്ഷേ അതിലെ ഓരോ വരിയും അർത്ഥങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെയാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. ശരി, ഇനി നമുക്ക് ഈ ഫലകത്തിന്റെ കാതലായ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഇതിലെ പ്രധാന സന്ദേശം? ഇതിന്റെയൊക്കെ കേന്ദ്ര ആശയം എന്താണ്? ഇതിന്റെ തുടക്കം തന്നെ അതിശക്തമായൊരു പ്രഖ്യാപനത്തോടെയാണ്. അതായത്, ഇത് സത്യമാണ്, കളങ്കമില്ലാത്തതാണ്, ഏറ്റവും സത്യവുമാണ്. വെറുമൊരു അഭിപ്രായമല്ല, ഇതൊരു പരമമായ സത്യമാണെന്ന് തുടക്കത്തിലേ ഉറപ്പിക്കുകയാണ്. ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി പറയാം. ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയത് ആരാണെന്നോ? സാക്ഷാൽ ഐസക് ന്യൂട്ടൻ. ഇനി പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഈ ഫലകത്തിലെ ഏറ്റവും പ്രശസ്തമായ വരിയാണ്. താഴെയുള്ളത് മുകളിലുള്ളതുപോലെയും മുകളിലുള്ളത് താഴെയുള്ളതുപോലെയും ആകുന്നു. എന്താ ഇതിനർത്ഥം? വളരെ ലളിതമാണ്. ഈ മഹാപ്രപഞ്ചവും അതിലെ ഒരു ചെറിയ മൺതരിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എല്ലാം അക്ഷരാർത്ഥത്തിൽ എല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്. എന്തിനു വേണ്ടിയാണിത്? ഒരേ ഒരു വസ്തുവിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി. കണ്ടോ, ഈ വാക്യം നമ്മളൊരു പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരേ ഒരു വസ്തു, അതായത് പ്രപഞ്ചത്തിലെ എല്ലാത്തിനും അടിസ്ഥാനമായ ആ ഒരേ ഒരു ശക്തിയെക്കുറിച്ചുള്ളൊരു സൂചന. ഈ ആശയം ഈ ഫലകത്തിലുടനീളം നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കും. അപ്പോ ഒരു ചോദ്യം വരാം. എങ്ങനെയാണ് ഇത്രയും നിഗൂഢമായ ഒരു ഗ്രന്ഥം നൂറ്റാണ്ടുകൾ താണ്ടി നമ്മളിലേക്കെത്തിയത്? അതിന്റെ ചരിത്രത്തിലൂടെയുള്ള യാത്ര കുറച്ച് സങ്കീർണമാണ്, പക്ഷേ അതിലേറെ രസകരവുമാണ്. അതായത്, നമ്മളിന്ന് വായിക്കുന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ, അത് നൂറ്റാണ്ടുകളിലൂടെ ഒരുപാട് കൈകൾ മറിഞ്ഞ് പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടുതന്നെ അതിന്റെ ഏറ്റവും യഥാർത്ഥമായ രൂപം ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഏതോ താളുകളിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അപ്പോൾ നോക്കൂ, ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ അറബിയിലാണ് ഈ അറിവ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ നിന്ന് 12-ാം നൂറ്റാണ്ടോടെ അത് ലാറ്റിനിലേക്കെത്തുന്നു. ഒടുവിൽ 17-ാം നൂറ്റാണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐസക് ന്യൂട്ടനിലൂടെ ഇംഗ്ലീഷിലേക്കും. ഈ ഒരു യാത്ര മാത്രം മതി ഈ ആശയങ്ങളുടെ സ്വാധീനം എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ശരി, അപ്പോൾ ഈ നിഗൂഢമായ വരികളിൽ നിന്ന് ആളുകൾ എന്താണ് മനസ്സിലാക്കിയെടുത്തത്? പ്രത്യേകിച്ച് പുരാതനകാലത്തെ രസവാദികളുണ്ടല്ലോ, അവർക്ക് ഈ ഫലകം ഒരു വഴികാട്ടി തന്നെയായിരുന്നു. ഈ രസവാദികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്തായിരുന്നു എന്നറിയാമോ? മഹത്തായ കൃതി അഥവാ ദി ഗ്രേറ്റ് വർക്ക് പൂർത്തിയാക്കുക എന്നത്. അതായത്, സാധാരണ ലോഹങ്ങളെ സ്വർണ്ണമാക്കി മാറ്റാനും ഒരുപക്ഷെ അമരത്വം വരെ നേടാനുമുള്ള രഹസ്യങ്ങൾ ഈ ഫലകത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നവർ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഈ രസവാദികൾക്ക് മരതക ഫലകം എന്നതൊരുതരം ദൈവിക പാചകക്കുറിപ്പ് പോലെയായിരുന്നു. അതിലെ ഓരോ വരിയും അവരങ്ങനെയാണ് കണ്ടത്. ഭൂമിയെ തീയിൽ നിന്ന് വേർതിരിക്കുക, അത് സ്വർഗത്തിലേക്ക് ഉയരുന്നു, വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം പടിപടിയായി വിവരിക്കുന്ന നിർദ്ദേശങ്ങളായിട്ടാണ് അവർ വ്യാഖ്യാനിച്ചത്. ഇവിടെയാണ് ഈ ഫലകത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം നമ്മൾ കാണുന്നത്. ഒരേ വരിക്ക് തന്നെ എങ്ങനെ 2 വ്യത്യസ്ത തലത്തിലുള്ള അർത്ഥങ്ങൾ വരുന്നു എന്ന് നോക്കൂ. ഒരാൾക്കതൊരു രാസപ്രവർത്തനത്തിനുള്ള നിർദ്ദേശമായി തോന്നുമ്പോൾ മറ്റൊരാൾക്കതൊരു ആഴത്തിലുള്ള ആത്മീയ യാത്രയുടെ രൂപകമാണ്. ഉദാഹരണത്തിന്, സൂര്യൻ, ചന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ഭൗതികമായ അതിനൊരർത്ഥമുണ്ട്. എന്നാൽ ആത്മീയമായി നോക്കുമ്പോൾ സൂര്യൻ എന്നത് പ്രപഞ്ചബോധമായ നോസിനെയും ചന്ദ്രൻ നമ്മുടെ വ്യക്തിഗത ജീവനായ സൈക്കിയെയും പ്രതിനിധീകരിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്, ഭൂമി, കണ്ടില്ലേ? ഈ ചിഹ്നങ്ങൾക്കെല്ലാം ഭൗതികവും ആത്മീകവുമായ തലങ്ങളിൽ എത്ര ആഴത്തിലുള്ള അർത്ഥങ്ങളാണുള്ളതെന്ന്. രസവാദത്തിൽ സൂര്യൻ പിതാവാണെങ്കിൽ തത്വചിന്തയിൽ അത് പ്രപഞ്ചബോധമാണ്. അതുപോലെ ചന്ദ്രൻ അമ്മയും ദ്രവ്യവുമാകുമ്പോൾ മറ്റൊരിടത്ത് അത് നമ്മുടെ ജീവനായി മാറുന്നു. ഓരോ വ്യാഖ്യാനവും ശരിക്കും അറിവിന്റെ ഓരോ പുതിയ ലോകമാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. ഓക്കെ, രസവാദം എന്നതൊക്കെ ഒരുപക്ഷെ ഇന്ന് കാലഹരണപ്പെട്ടു പോയിരിക്കാം. പക്ഷേ ഈ ഫലകത്തിലെ ആശയങ്ങളുണ്ടല്ലോ, അത് ഇന്നും വളരെ ശക്തമായി നിലനിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അതിലെ തത്വങ്ങൾക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയുന്നത്?
അപ്പോൾ ഇതിൻ്റെയൊക്കെ കാതലായ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതാണ്: നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്, ഒരു മൈക്രോകോസം. എല്ലാം ഒന്നുതന്നെയാണ്. അതുകൊണ്ട് യഥാർത്ഥ രസവാദം നടക്കേണ്ടത് പുറത്തുള്ള ലോഹങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലാണ്. ഈ ഒരു തിരിച്ചറിവാണ് പ്രധാനം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹെർമിസിനെ ഭൗതികം, മാനസികം, ആത്മീയം ഈ 3 ലോകങ്ങളെയും കീഴടക്കിയ ത്രിമഹാജ്ഞാനി അഥവാ ത്രൈസ് ഗ്രേറ്റസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ആശയം എത്രമാത്രം സാർവത്രികമാണെന്ന് നോക്കൂ. പുരാതന ഈജിപ്തിൽ നിന്ന് തുടങ്ങി സൂഫി തത്വജ്ഞാനത്തിൽ വരെ ഇതേ സത്യം പല രൂപത്തിൽ ആവർത്തിച്ചു വരുന്നത് കാണാം. ഇദ്രീസ് ഷാ പറഞ്ഞതുപോലെ, നിന്നിൽ നിന്ന് തുടങ്ങി എല്ലാറ്റിലും അവസാനിക്കുക. അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മരതക ഫലകത്തിന്റെ രഹസ്യങ്ങളിലൂടെയുള്ള നമ്മുടെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഈ പ്രപഞ്ചം നമ്മളുടെ തന്നെ ഒരു പ്രതിഫലനമാണെങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ ഈ മഹാപ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കാണാൻ കഴിയുമെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തെയും ചിന്തകളെയും എത്രത്തോളം മാറ്റിമറിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കൂ.